ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് കഴിക്കാനാണ് കേട്ടോ. നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനേക്കാൾ നമുക്ക് ആദ്യം വേണ്ടതിൽ ബദാമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബദാമാണ് കേട്ടോ. ഈ ബദാം നമ്മൾ പാത്രത്തിൽ ചൂടുവെള്ളത്തിലിട്ട് പൊതിർത്തി വെക്കണം ഒരു അരമണിക്കൂർ. ഇതിന് തോല് ചീന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലിട്ട് പൊതിർത്തി വെക്കുന്നത്. തണുത്ത വെള്ളത്തിലിട്ട് അത് പൊതിർന്ന് കിട്ടില്ല. എന്നിട്ട് അത് അതിൻ്റെ തോല് ചീന്തി കളഞ്ഞ ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാൽ വേണം. ആ 1 ലിറ്റർ പാലിന് 1/2 ഗ്ലാസ് പാൽ മാറ്റിയിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പാൽ സ്റ്റൗവിലിട്ട് ചൂടാക്കി എടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി പേസ്റ്റാക്കി വെച്ച ബദാമിൻ്റെ മിക്സ് എല്ലാതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മിക്സ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല കസ്റ്റാർഡിൻ്റെ മിക്സ് അത് ഇതിലേക്ക് ഒന്നും കൂടി ഇളക്കിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇളക്കാതെ ചേർക്കരുതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടൈം ഇതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കസ്റ്റാർഡിൻ്റെ പൗഡർ കട്ടായി പിടിക്കും. അതുകൊണ്ടൊന്ന് ഇളക്കിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിലേക്ക് പറഞ്ഞ ചൗരിയാണ്. ചെറിയ ചൗരിയാണെങ്കിൽ കൂടുതൽ എനിക്ക് വലിയ ചൗരിയാണ് കിട്ടിയത്. ചെറിയ ചൗരി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചൗര കിട്ടിയെന്ന് വെച്ചെങ്കിൽ അതന്നെ വാങ്ങാൻ നോക്കുക. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ച ബദാമും ചേരുവകളും മറ്റേ നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ കസ്കസ് അതേപോലെ ഒരു 2 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതും ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് ബദാം ഞാൻ അരിഞ്ഞിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ബദാമിൻ്റെ മിക്സുള്ള ഒരു ഇത് കിട്ടും, ടേസ്റ്റുള്ള ഒരു മിക്സ്, അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാമിൻ്റെ മിക്സോ വാനില എസൻസോ ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്ക് സെറ്റായി നല്ല ടേസ്റ്റായി കിട്ടും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.